ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഷെന്നനും ചേട്ടനും സ്വന്തം ലവ് ദാനം ചെയ്ത് നമ്മൾ സൂപ്പർ സ്റ്റാറിനെ സപ്പോർട്ട് ചെയ്ത് കാണും. അങ്ങനെ അതോടെയാണ് കഴിഞ്ഞ എപ്പിസോഡ് തീർന്നത്. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ നമ്മുടെ ഗൂവും പ്രൊപ്പോസ് ചെയ്തതിനു ശേഷം നമ്മുടെ സി എന്തെങ്കിലുമൊക്കെ റിപ്ലൈ എന്ന് പറഞ്ഞ് അവളെ തന്നെ ഫോളോ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അവളും ബോക്സിംഗ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഗൂ സൈഡ് ചെയ്യുന്നുണ്ട്. സി എന്തുവാ ഓക്കെ ആണോ? ഏതിന് അവന് ശല്യപ്പെടുത്തുമ്പോൾ ഇത് കണ്ട് അവളും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് പുറത്ത് നമ്മുടെ സോങ് വല്ല ക്ഷീണിച്ച് അവനെങ്കിൽ നടന്നു പോയിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് അവൾ അടുത്തേക്ക് ചെന്നിട്ട് എടാ സോങ് നിനക്കെന്തോ പറ്റി? ഇന്നലത്തെക്കാളും നല്ല അടിയുണ്ടല്ലോ നിന്റെ ഫേസ് മൊത്തം, നിനക്കെന്തോ പറ്റി എന്നിന് അവൾ വയ്ക്കുമ്പോഴാണ് അവനും ഓ അതൊന്നുമില്ല സി, ഞാൻ വീണ്ടും തന്നെ അടിച്ചിരുന്നു എന്നിന് അവനും കള്ളം പോലും പറയാറിയാതെ പാവത്തിനെ പോലെ നിൽക്കുമ്പോഴാണ് ഇത് മനസ്സിലാക്കി സിയും എടാ നിനക്ക് വല്ല പ്രശ്നമുണ്ട് എന്നോട് പറ, ഞാൻ സോൾവ് ചെയ്യാം, നീ എന്തുവാന്ന് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവനും നമ്മുടെ സി വിഷമിക്കാതിരിക്കാൻ വേണ്ടി അവന്റെ അനിയൻ ജയിലിൽ കിടക്കുന്ന കാര്യം പറയാതെ അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാറിനെയാണ്. അതായത് നമ്മുടെ സൂപ്പർ സ്റ്റാറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ലേഡിക്കുന്ന ഒരു ഷൂട്ടിംഗ് ഉണ്ട്. അവരുടെ റോൾ എന്താന്ന് വെച്ചാൽ അവൾ സ്നേഹിക്കുന്ന പയ്യന്റെ ചേച്ചി വന്ന് ഇവളോട് അടിയുണ്ടാക്കുന്ന റോളാണ്. പക്ഷെ ട്വിസ്റ്റ് എന്തോന്ന് വെച്ചാൽ ആ ചേച്ചിയായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ ആണ്. അതായത് ചേച്ചി വന്ന് എന്റെ അനിയന്റെ അടുത്തിരുന്ന് മാറി നിൽക്കുന്നറിഞ്ഞ് നടി അടിക്കുന്ന കണക്കാണ് സീൻ. അപ്പോഴാണ് ഡയറക്ടർ നമ്മുടെ സൂപ്പർ സ്റ്റാർ ഇരുന്നിട്ട് ഓ മാഡം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത്, നിങ്ങളുടെ റോൾ എന്താന്ന് വെച്ചാൽ ആ നിൽക്കുന്നില്ല അവളാണ് നടി, നിങ്ങൾ അവൾ സ്നേഹിക്കുന്ന പയ്യന്റെ ചേച്ചിയാണ്, അതുകൊണ്ട് എന്റെ അനിയനെ വിട്ട് അകന്നു പോയി എന്ന് പറഞ്ഞിട്ട് ഫേസിനകത്ത് വെള്ളം ഒഴിക്കണം, അതാണ് നിങ്ങളുടെ സീൻ എന്നിനെ സൂപ്പർ സ്റ്റാറിനെ മനസ്സിലാക്കി പറഞ്ഞേക്കുമ്പോഴാണ് ഇത് കേട്ട് മറ്റേ ആക്ടറും ദേശത്തി എന്തുവാ ഇവൾ എന്റെ ഫേസ് വെള്ളം ഒഴിക്കാൻ വന്നു, അത് നടക്കാൻ ഞാൻ സംഭവിക്കത്തില്ല എന്നിനെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഇവള് നമ്മൾ സൂപ്പർ സ്റ്റാർ ചെയ്യാതിരിക്കുന്ന റോള് ഇവളെടുത്ത് അങ്ങ് ചെയ്യും. അതായത് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം എടുത്ത് നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ ഫേസ് ഒഴിക്കും. ഇത് കണ്ട് ഡയറക്ടർ ഷോക്കായി നീ എന്തുവാ ചെയ്യുന്നത്, നിന്റെ റോൾ ഇതല്ല, ഇത് ലേഡി സൂപ്പർ സ്റ്റാർ ചെയ്യണ്ടേ എന്നിന് അവരും തടയാൻ വരുമ്പോഴാണ് ഇത് കേട്ട ആ പെണ്ണും അയ്യോ ഡയറക്ടർ ഞാൻ വിചാരിച്ച് ഞാൻ സ്നേഹിക്കുന്ന പയ്യനെ ഇവര് വിട്ടിട്ട് പോകാൻ പറഞ്ഞാൽ ഞാനിതിന് വിട്ടിട്ട് വേണം, അതാ ദേഷ്യത്തിൽ ഞാൻ വെള്ളം എടുത്ത് ഒഴിച്ച, ഈ സീൻ കൊള്ളാല്ല എന്നിന് അവര് പറയുമ്പോഴാണ് ഇത് കേട്ട ഡയറക്ടറും ഇല്ല അങ്ങനും ചെയ്യണ്ട, ഇതിനകത്ത് നീ ഒരു പാവപ്പെട്ട ക്യാരക്ടറാ, നീ സമാധാനത്തിൽ ഇരിക്കണം എന്നിനെ വീണ്ടും ടേക്ക് പോകുമ്പോഴാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ അവളുടെ ഫേസ് വെള്ളം ഒഴിക്കാതിരിക്കാൻ വേണ്ടി വീണ്ടും മനഃപൂർവ്വം നമ്മൾ സൂപ്പർ സ്റ്റാറിന്റെ ഫേസ് വെള്ളം ഒഴിക്കും. ഇതോടെ നമ്മൾ സൂപ്പർ സ്റ്റാർ മൊത്തം ദേഷ്യപ്പെടും. അപ്പോഴാണ് മറ്റേ പെണ്ണും അയ്യോ സോറിയേ ഞാൻ വീണ്ടും മറന്നുപോയി എന്നിന് അവൾ ഓവർ ഷോ ചെയ്യുമ്പോഴാണ് അടുത്ത സീനിൽ നമ്മൾ സൂപ്പർ സ്റ്റാർ അവളെ തീർത്തളയാൻ വേണ്ടി സീൻ തുടങ്ങുമ്പോൾ തന്നെ ചാടി എഴുന്നിട്ട് അവളുടെ ചെവി കുറ്റി നോക്കി ഒറ്റ റെഡി അച്ഛൻ കൊടുക്കും. എന്നിട്ട് സൂപ്പർ സ്റ്റാർ മാസായി എടി നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അനിയന്റെ പുറകെ നടക്കും, പട്ടിയുടെ വില പോലില്ല, നീയൊക്കെ ഞങ്ങളുടെ ഫാമിലിയുടെ അടുത്ത് വരുന്ന മലയാക്കി നിന്റെ വാലും പിടിച്ചോണ്ട് ഇവിടെ നിന്ന് ഓടിപ്പോയിക്കോ, എന്റെ ലെവൽ അറിയാൻ നീ എന്റെ അടുത്ത് അടി ഉണ്ടാക്കല് എന്നിനെ സൂപ്പർ സ്റ്റാറും അവള് പേഴ്സണലായിട്ടും ഡാമേജ് ചെയ്ത് വച്ചനക്കിട്ട് അങ്ങ് പോവും. അപ്പനാണ് ഇത് കണ്ട് ഡയറക്ടർ ഷോക്കായി ഓ ലേഡി സൂപ്പർ സ്റ്റാർ നടിയേക്കാളും നിങ്ങളാണ് പൊളി, എന്റെ അടുത്ത സിനിമയ്ക്ക് പ്ലീസ് നിങ്ങൾ ആക്ട് ചെയ്യാൻ പറഞ്ഞേ എന്നിനാ ഡയറക്ടറും കെഞ്ചുമ്പോഴാണ് ഇത് കേട്ട് സൂപ്പർ സ്റ്റാറും അതിനിപ്പോ എന്തുവാ ഞാൻ എന്റെ വാക്ക് എപ്പോഴും കീപ്പ് ചെയ്യും എന്നിനെ മാസമായിട്ട് നമ്മൾ സൂപ്പർ സ്റ്റാറും കാറി ഇരുന്നിട്ട് സന്തോഷപ്പെട്ട് ചിരിച്ചോണ്ടിരിക്കും. അപ്പനാണ് ഇത് കണ്ട അസിസ്റ്റന്റും ഓ ക്യൂമാൻഡീൻ നീ ഒരു കലക്കില്ല, അവൾക്ക് വേണം അടി, എങ്കിൽ ശരി നീ ഇപ്പൊ സന്തോഷത്തിലല്ലേ ഇപ്പൊ എവിടെ പോണെന്നറ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് സൂപ്പർ സ്റ്റാറും എവിടെ പോവാനാ, എന്റെ ഗൂ എവിടാണോ അവിടെ പോണം എന്നിനെ നമ്മൾ സൂപ്പർ സ്റ്റാറും മിലിറ്ററി അക്കാഡമി പോകാൻ തീരുമാനിക്കും. അതേസമയം നമ്മുടെ മിലിറ്ററി അക്കാഡമി ഒരു വലിയ സെറ്റപ്പിന് വെച്ച് നമ്മുടെ ഗു സിയെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കും. അപ്പോഴാണ് സിയുടെ റൂമിൽ കളിച്ചോണ്ടിരിക്കുന്നതെല്ലാം പുറത്താരാണ്ട് പിയാനോ വായിക്കുന്ന സൗണ്ട് കേട്ട് ഇവല്ലെങ്കിൽ ബാൽക്കണി നെത്തി വെക്കും. അപ്പോഴാണ് താഴെ റൊമാൻറ്റിക് ആയിട്ട് ക്യാൻഡിലൊക്കെ കത്തിച്ച് നമ്മുടെ ഗുവും റൊമാൻറ്റിക് ആയിട്ട് അവിടെ നിന്ന് പിയാനോ വായിച്ചോണ്ടിരിക്കും. ഇത് കണ്ട് ഇവരെല്ലാരും ഓ എന്തൊരു അടിപൊളിയായിട്ട് അവൻ പിയാനോ വായിക്കുന്നത്, ഇവനൊരു ആർട്ടിസ്റ്റ് ആണോ ഏതിന് അവരെല്ലാം ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സമയത്ത് നമ്മുടെ സൂപ്പർ സ്റ്റാർ അവിടെ വരുന്നത്. ഇത് കണ്ട് അവരെല്ലാരും ഓ നമ്മൾ സൂപ്പർ സ്റ്റാർ വരുന്നത്, ഞാൻ വിചാരിക്കുന്നത് ഗു സൂപ്പർ സ്റ്റാറിനെ പ്രൊപ്പോസ് ചെയ്യാൻ പോവാന്ന എന്നിന് അവരെല്ലാം ഇങ്ങനെ ആവശ്യത്തോടെ നോക്കുമ്പോഴാണ് നമ്മൾ സിക്ക് മനസ്സിലാവുന്നത് അവൻ ചെയ്യുന്നില്ല ഇവൾക്ക് വേണ്ടിയാണെന്ന്. അപ്പോഴാണ് നമ്മുടെ ഗുവും ഹാപ്പി ബർത്ത്ഡേ സി എന്നിന് അവൾ നോക്കി ഇങ്ങനെ പറയും. ഇത് കേട്ട് സൂപ്പർ സ്റ്റാറിന്റെ മേട്ട് അയ്യേ അപ്പൊ എനിക്കല്ലായിരുന്നത് എന്നിന് അവര് ലുക്ക് കൊടുക്കും. അപ്പോഴാണ് ഇത് കേട്ട് നമ്മുടെ സിയും ഹാപ്പി ബർത്ത്ഡേ, ഇവൻ എന്നോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലേ ഹാപ്പി ബർത്ത്ഡേയുടെ അർത്ഥം ഐ ലവ് യു ആണെന്ന് എന്നിന് അവളിങ്ങനെ ഷോക്കായിരിക്കുമ്പോഴാണ് നമ്മുടെ ഗു പെട്ടെന്ന് ഫയർ വർക്ക്സ് ഒക്കെ വെച്ച് ഒരു മാസായ റൊമാൻറ്റിക് സീൻ കാണിക്കും. ഇത് കണ്ടതോടെ എല്ലാരും ഇങ്ങനെ ഞെട്ടിപ്പോവും. അതേസമയം ഇപ്പൊ നടന്നത് നമ്മുടെ ഗു ഒഫീഷ്യലായിട്ട് സിയെ പ്രൊപ്പോസ് ചെയ്തതാണ്. ഇതും കണ്ട് നമ്മുടെ സിയും ദേഷ്യത്തി അകത്തേക്ക് ചെന്ന് ഈ ഗൂനെ ഒന്ന് കൊല്ലാൻ വിടത്തില്ല എന്നിന് അവൾ ഓരോ സാധനം എടുക്കാൻ നോക്കുമ്പോൾ ഇത് കണ്ട് അവന്മാരെല്ലാം എടാ സി നിനക്കെന്തോ പറ്റടാ എന്നിന് അവളെ പിടിച്ച് തറഞ്ഞോണ്ടിരിക്കും. അതേസമയം ഇതെല്ലാം കണ്ട് നമ്മുടെ സൂപ്പർ സ്റ്റാറും തകർന്നു പോയി അവിടെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കും. സന്തോഷമായിട്ട് പോയി എന്നെ ഇങ്ങനെ അപ്സെറ്റ് ആക്കിയില്ല എന്നിന് അവള് നടന്നു വരുമ്പോഴാണ് പെട്ടെന്ന് ഫ്രണ്ടിൽ വണ്ടി വരുന്നുണ്ട് ഉടനെ അവൾ ഇങ്ങനെ ബാക്കിലോട്ട് പോകും. അപ്പോഴാണ് അറിയാതെ അവളുടെ ഹീൽസും അടുത്തുള്ള ട്രാക്കിനകത്ത് കൊടുക്കുന്നത്. ഇത് കണ്ട് അവൾ ആദ്യം മാനം പോകാതെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത് അതിങ്ങനെ നിന്നോണ്ട് എടുക്കാൻ നോക്കും. പക്ഷെ അവളെ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് അവളും ഇനി ഇങ്ങനെ നിന്ന വല്ല വണ്ടിയും വന്ന് ഇടിച്ചോണ്ടു ഇനി മാനൊന്നും നോക്കണ്ട കുനിഞ്ഞെടുത്തോ എന്നിന് അവളും കയ്യും കൊണ്ട് അത് വലിച്ചെടുക്കാൻ നോക്കുമ്പോഴാണ് രണ്ട് റിപ്പോർട്ടേഴ്സ് ഇത് കണ്ടിട്ട് എടാ ഇത് സൂപ്പർ സ്റ്റാർ ക്യൂമാൻഡിനാടാ എന്നിന് അവരുടെ അടുത്ത് കൂടി എന്നിട്ട് മാഡം നിങ്ങളുടെ ഷൂ എങ്ങനെ ഇതിനകത്ത് കുടുങ്ങിയ, ഇതിനുള്ള റീസൺ ഉണ്ടോ എന്നിന് അവരുടെ ശല്യപ്പെടുത്തുമ്പോഴാണ് ഇത് കണ്ട് സൂപ്പർ സ്റ്റാർ ടെൻഷനായി ഇറങ്ങി പോടാ എനിക്ക് ഷൂ വേണ്ട ഒന്നും വേണ്ട എന്നിന് അവൾ അവന്മാരത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഒറ്റ ഓട്ടം കൂടി പോകും. ഇതൊക്കെ ആ വഴി കൂടെ പോയിക്കൊണ്ടിരുന്ന നമ്മൾ ഷെന്നിന് ചേട്ടനെ കണ്ട് ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവൻ
അവന്റെ അസിസ്റ്റന്റും സാർ ഇനിയിപ്പോ എന്തോ ചെയ്യാൻ പോന്നെ, ആ റിപ്പോർട്ടേഴ്സിന്റെ കാര്യം ഹാൻഡിൽ ചെയ്യട്ടെ. ഏതിന് അവനും ചോദിക്കുമ്പോ ഷെനിൻ ചേട്ടനും അതൊക്കെ ഹാൻഡിൽ ചെയ്യാം, ഞാൻ ആദ്യം പോയി അവളെന്ന് നോക്കട്ടെ. ഏതിന് അവനും സൂപ്പർ സ്റ്റാറിന്റെ പുറകെ പോകും. അതേസമയം നമ്മൾ സൂപ്പർ സ്റ്റാറും ആ 2 റിപ്പോർട്ടർമാരിന്ന് രക്ഷപ്പെട്ട് ഒരു സൈഡിൽ ചെന്നിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ഷെനിൻ ചേട്ടൻ അവിടെ അവളുടെ ചെരുപ്പായിട്ടിരുന്നത്. ഇത് കണ്ട് അവള് ഫേസ് മറിച്ചിട്ട് ഞാൻ എപ്പോഴൊക്കെ നാണം കെടുന്നോ ആ സമയത്തൊക്കെ നീ കാണും. എന്നിന് അവൾ പറയുമ്പോഴാണ് അവനും ആർക്കറിയാം ക്യൂമാൻഡിയൻ, ഒരുപക്ഷെ ഇത് നമ്മളുടെ വിധിയായിരിക്കും, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും ഞാൻ ജനിച്ചത്. എന്നിന് അവനും വീണ്ടും റൊമാൻറ്റിക് ഡയലോഗ് പറയുമ്പോഴാണ് ഇത് കേട്ട് അവളെ ചെരുപ്പ് വാങ്ങിച്ചിട്ട് എങ്കിൽ ശരി എന്റെ ചെരുപ്പ് ഇട്ട് ഞാൻ പോവുക. എന്നിന് അവൾ ആ പൊട്ടി ഹീൽസ് ഇട്ട് നടക്കാൻ നോക്കുമ്പോഴാണ് തെന്നടിച്ച് ഇങ്ങനെ വീണോണ്ടിരിക്കുന്നത്. ഇത് കണ്ട് നമ്മൾ ഷെന്നൻ ചേട്ടൻ തിരിച്ചിട്ട് അവന് അടുത്തേക്ക് വന്ന് അവളെ പൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഇന്ന് മിലിറ്ററി സ്കൂളിൽ നമ്മുടെ സി മാത്രം ടെൻഷൻ ഇരിക്കും. കാരണം ഇന്നലെ രാത്രി ഹാപ്പി ബർത്ത്ഡേ സി എന്ന് പറഞ്ഞ് എല്ലാവരും ഫ്രണ്ടിച്ച് നാണം കെടുത്തി കാണും. ഇതറിഞ്ഞിട്ട് ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാരും എടാ ഇവനല്ല സി, ആ ഗു എന്തിന് ഇവന് ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ റൊമാൻറ്റിക് സ്റ്റൈലിൽ പറഞ്ഞ, ഇവർ തമ്മിൽ എന്തോ ബന്ധം എന്നിന് ഓരോരുത്തരും നമ്മുടെ സിയെ തുറിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇതോടെ അവള് മൊത്തം നാണക്കേടായി ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് കറക്റ്റ് അതേ സ്ഥലത്തും നമ്മുടെ ഗു വരുന്നത്. അങ്ങനെ അവനെ കണ്ടതോടെ അവൾ അവിടെ നിന്ന് ഒറ്റ ഓട്ടം കൂടി പോകും. ഇത് കണ്ട് അവനും പുറകെ പോയിട്ട് സി നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തേ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും ദേഷ്യപ്പെട്ട് എന്ത് തെറ്റ് ചെയ്തെന്നോ, എടാ ഇന്നലെ രാത്രി എല്ലാരും കാണത്തക്ക രീതിയിൽ നീ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലേ, ഇപ്പൊ എല്ലാരും എന്നെ വേറെ നോട്ടിത്തല്ലേ നോക്കുന്നത്. എന്നിന് അവളും പറയുമ്പോഴാണ് അവനും അതോ സി ഞാൻ നിന്നെ സൈലന്റ് ആയിട്ട് ആദ്യം പ്രൊപ്പോസ് ചെയ്തത്, പക്ഷെ നീ എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല, അപ്പൊ ഞാൻ വിചാരിച്ച് നിനക്ക് ഇങ്ങനെ പബ്ലിക് ആയിട്ട് പ്രൊപ്പോസ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമെന്ന്, അതാ ഞാൻ അങ്ങനെ ചെയ്തത്. ഓരോ നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി. എന്നിന് ഇവരെന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ ദൂരെ ഇരുന്നുകൊണ്ട് നമ്മുടെ കൊരങ്ങൻ ലീയും കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സിയും എടാ ഞാനൊരു പെണ്ണെന്നുള്ള കാര്യം നീ മാത്രമേ അറിയത്തുള്ളൂ, നീ ഇങ്ങനെ പ്രൊപ്പോസ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ ഉള്ള എല്ലാവർക്കും ഡൗട്ട് അടിക്കും പിന്നെ ഞാനൊരു പെണ്ണാണെന്ന്, നിനക്കൊരു ബുദ്ധി ഇല്ലല്ലേ. എന്നിന് അവനെ വഴക്കറിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവും. അപ്പോഴാണ് ഇത് കേട്ടോണ്ട് നമ്മുടെ ഗൂവും ദേഷ്യപ്പെട്ട് പോസി എനിക്കറിയാം നിന്റെ മനസ്സിൽ ഷെന്നാന്ന്, അതുകൊണ്ടാണ് നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നത്. എന്നിന് അവനും വിളിച്ചു പോകുമ്പം ഇത് കേട്ട് അവളും നീ അങ്ങനെ തന്നെ വിചാരിച്ചോ, ഞാൻ ആരെ വേണമെങ്കിലും ഇഷ്ടപ്പെടും നിനക്കെന്തുവാ. എന്നിന് അവളും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ലീയും എന്തോടെ ഇവിടെ നടക്കുന്നത്, ആണുങ്ങൾ തമ്മിൽ ഇഷ്ടോ, ഇവന് സിയെ ഇഷ്ടം അവന് ഷെന്നിന് ഇഷ്ടം, എന്നിന് അവന് മൊത്തത്തിൽ കൺഫ്യൂസ് ആയിരിക്കും. അതേസമയം സീറ അങ്ങനെയാണ് കാണിക്കുന്നത്, അവളും നമ്മുടെ സിയുടെ ഫോട്ടോ എടുത്തിട്ട് അവളുടെ ഫുൾ ജാതകം തപ്പിക്കൊണ്ടിരിക്കും. കാരണം ഇവർ രണ്ടു തമ്മിൽ മുമ്പേ പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത, അതുകൊണ്ട് നമ്മുടെ സിയെ കുറിച്ച് എല്ലാ വിവരങ്ങളും ഇവള് കണ്ടുപിടിച്ച്, അതായത് അവളൊരു പെണ്ണാണ്, ആണായിട്ട് വേഷം ധരിച്ച് മിലിറ്ററി ജോയിൻ ആയ കാര്യം എല്ലാം ഇവള് കണ്ടുപിടിക്കും. അങ്ങനെ ഇവളൊരു സൈഡിൽ നമ്മുടെ സിയെ തീർത്തളയാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ സി ഗൂകാറിന് മിലിറ്ററി സ്കൂളിൽ എങ്ങും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ ഇവള് പോകുന്ന വഴിക്കെല്ലാം ഓരോരുത്തമായി സംസാരിച്ചോണ്ടിരിക്കും എടാ ഇവനല്ലേ സി അന്ന് ഗൂ ഹാപ്പി ബർത്ത്ഡേ പാട്ടുപാടി റൊമാൻറ്റിക് സ്റ്റൈലിൽ പറഞ്ഞത്. എന്നിട്ട് ഇവർ ഓരോരുത്തും പറയുന്നതും കേൾക്കാതെ നമ്മുടെ സി എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ക്ലാസ് റൂമിലേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് അവിടെ എല്ലാവരും നമ്മുടെ സിയെ തന്നെ ഫോക്കസ് ചെയ്ത് നോക്കിയിട്ട് ഇതല്ലേടാ ഗൂ പ്രൊപ്പോസ് ചെയ്ത സി എന്നിന് അവരെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ചോക്ലേറ്റ് ബോയ് അടുത്ത് വന്നിട്ട് സി എനിക്കൊരു ഡൗട്ട് ഉണ്ട്, പക്ഷെ നീ ദേഷ്യപ്പെടല് എന്നിന് അവനും ചോദിക്കുമ്പോൾ അവളും ചോദ്യര് എന്നിന് അവളും പറയും. അപ്പോഴാണ് ഇത് കേട്ടവനും അത് പിന്നെ നിനക്കും ഗൂവും തമ്മിൽ എന്തോ ബന്ധം, അവൻ എന്തിനാ ഇന്നലെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പബ്ലിക് ആയിട്ട് പറഞ്ഞ, എന്തായാലും ഇന്നലെ നിന്റെ ബർത്ത്ഡേ അല്ലായിരുന്നു പിന്നെന്തിനാ അവൻ അങ്ങനെ പറഞ്ഞ്. എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് മൊത്തത്തെ അവളും എന്തോ പറയാന്നറിയാതെ ഇങ്ങനെ കൺഫ്യൂസ് ആയിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് ജിന്നും എനിക്കറിയാം സി ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞ് ആ ഗൂവിന് നിന്നോട് പ്രത്യേകതര ഫീലിങ്സ് ഉണ്ട്. എന്നിട്ട് ഇവ രണ്ടുപേരും ഓരോ സൈഡ് പറയുന്നത് കേട്ട് നമ്മളെ സീയും തലയും പിടിച്ച് അവിടെ തന്നെ ഇരിക്കും. അപ്പോഴാണ് ആരും മൈൻഡ് ചെയ്യാത്ത നമ്മുടെ ലീ അവിടേക്ക് വന്നിട്ട് ഗായ്സ് നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ തെന്നടിച്ചു വന്ന് അതാ എന്റെ കാലിലും കയ്യിലും കെട്ടിട്ടേക്കുന്നത്, പക്ഷെ എത്ര കെട്ടിട്ടാലും എന്നെ കാണാൻ ഹാൻസം അല്ലേ. എന്നിന് ആരും തന്നെ ചോദിക്കാതെ തന്നെത്താനിങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഇത് കേട്ടിട്ട് ബാക്കി കൂടെ പോവും. ആണോടാണ് നീയാണ് മിസ്റ്റർ ഹാൻസം, എങ്ങനെ ബാത്റൂമിൽ നിന്ന് വീന്നല്ലേ, ഓക്കെ ഞാൻ വിശ്വസിച്ചു. എന്നിന് അവനും കലയാഗിരി സംസാരിച്ചോണ്ടിരിക്കും. കാരണം ഇവന്റെ കാലും കൈ ഒടിയാൻ കാരണം നമ്മുടെ ഗു ആണ്. കാരണം അവൻ സി ആയിട്ട് സംസാരിച്ചപ്പം അലി മേളിൽ നിന്ന് ഒട്ടിയേക്കുന്നത് നമ്മുടെ ഗു കണ്ടു കാണും. അതുകൊണ്ട് ഇത് ആരോടും പറയാതിരിക്കാൻ വേണ്ടി ഇവന്റെ കാലും കൈയും കൂടെ ഒടിച്ചിടും. എന്നിട്ട് അവനായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഗു നേരിട്ട് ഫോക്കസ് ചെയ്യുന്നത് സി ആണ്. ഇവനെ കണ്ട് അവളും തലയും പൊത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന് അടുത്തേക്ക് വന്നിട്ട് സി ഇന്നെന്താ നീ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാത്ത, നിനക്ക് വിശക്കുമല്ലേ, പേടിക്കണ്ട ചേട്ടൻ നിനക്ക് വേണ്ടി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, വായി കാണിച്ചേ എന്നിന് അവന് കൊച്ചുല്ലാർ കൊടുക്കുന്ന കണക്ക് ഇങ്ങനെ വാരി കൊടുക്കുമ്പോഴാണ് ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന അവന്മാരിലെ ഇങ്ങനെ പൊട്ടി ചിരിച്ചോണ്ടിരിക്കും. ഇതൊക്കെ കണ്ട് അവള് നാണക്കേട് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ഗു അതിൽ നിന്നൊരു ചെറിയ പീസ് എടുത്തിട്ട് സി ഒരൊറ്റ രൂപായി ഈ മാമന് വേണ്ടി ഇന്ന് കഴിക്കാവോ. എന്നിനെ വീണ്ടും അവൻ പറയുമ്പം ഇത് കേട്ട് അവന്മാരെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. എടാ ഗു കൊള്ളാം എന്നിന് അവന്മാരൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സീയും ദേഷ്യം വിട്ട് എടാ നിനക്ക് എന്തോടൊപ്പം പ്രശ്നം, വെറുതെ എല്ലാവരും ഫ്രണ്ട് ചെയ്യാൻ എന്തിനാ നാണം കെടുത്തുന്നത്, അവരെല്ലാരും നമ്മളെ നോക്കുന്നത്. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് ഗൂവും പെട്ടെന്ന് ആരാ നിങ്ങൾ ആരെങ്കിലും ഇവിടെ നോക്കുന്നോടാ. എന്നിന് അവന്മാരെങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുമ്പോൾ അവന്മാരെല്ലാം സൈലന്റ് ആയിട്ട് ഇങ്ങനെ ബുക്ക് പഠിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ടവനും കണ്ടോ ഇവിടെ ആരും കാണുന്നില്ല ഇനിയും മോള് കഴിക്കി. എന്നിന് അവനും പറയുമ്പം ഇത് കേട്ട് അവളും ദേഷ്യപ്പെട്ട് ആ കേക്ക് എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ എറിയും. അപ്പോഴാണ് നേരെ ചെന്ന് നമ്മളെ സോങ്ങിന് തല വീഴുന്നത്. അതിനുശേഷം നമ്മുടെ ഗൂവും വീണ്ടും ആ തറയിൽ വീഴുന്ന കേക്ക് പീസ് എടുത്തിട്ട് സി നിനക്ക് വേണ്ടി ഞാൻ മതിലൊക്കെ ചാടി വാങ്ങിച്ചോണ്ടെന്നേ പ്ലീസ് ഒരൊറ്റ വായി. എന്നിന് വീണ്ടും
അവൻ പറയുമ്പം ഇവന്റെ ശല്യം സഹിക്കാൻ പറ്റാതെ അവൾ അവിടെ തന്നെ കടന്നുറങ്ങും. അതേസമയം കുറെ ദിവസമായിട്ട് നമ്മുടെ ഷൻ ലീവ് എടുത്ത് കാണും. അങ്ങനെ ഇത് ഇൻഫോം ചെയ്യാൻ വേണ്ടി അവന് മിലിറ്ററി സ്കൂളിൽ വരുമ്പോഴാണ് ഇവനെ കണ്ടിട്ട് ജിന്ന അടുത്തേക്ക് വന്നിട്ട് എടാ ഷൻ ഇവിടെ അടിപൊളിയായിട്ട് ഒരു മാസി നടന്നിട്ടിരിക്കുക, നീ എവിടെ പോന്നറാ എന്നിന് അവന് വിളിച്ചു നിർത്തുമ്പം ഇത് കേട്ട് ഷെന്നും എന്തുവാടാ അത്രയ്ക്ക് മാസമായിട്ട് എന്തോ സംഭവിച്ചേ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ജിന്നും എടാ പിന്നെ നീ ഇതിനും എന്നോട് നിനക്ക് സിയെ കാണുമ്പോൾ പ്രത്യേകതര ഫീലിങ്സ് വരുമെന്ന് പറഞ്ഞില്ലേ, അതിപ്പോ നമ്മുടെ ഗൂന് വന്നിട്ടുണ്ട്. കാരണം എല്ലാവരും ഫ്രണ്ട് വെച്ച് അവൻ സിയെ പ്രൊപ്പോസ് ചെയ്തറാ. ഇപ്പൊ നിനക്കും അവനും സിയെ ഇഷ്ട. ഒരീശ നീ ഇപ്പൊ മിലിറ്ററി സ്കൂളിൽ വന്നില്ലെങ്കിൽ മിക്കാറാ ഗു സിയെ തട്ടിപ്പറിച്ചോണ്ട് എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് നമ്മൾ ഷെന്നിനൊന്നും മനസ്സിലാവാതെ എന്തൊക്കെയാണ് നീ പറയുന്നത്, എനിക്ക് സിയെ ഇഷ്ടമെന്ന്. ഇങ്ങനെയൊന്നും പറഞ്ഞൊന്നും നടക്കല്ല, മരയ്ക്ക് പോയി നിന്റെ ജോലിയൊക്കെ ഞാൻ പോവാ എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എത്തിയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാൻ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലിൽ ഇട്ട പല ഡ്രാമസ് ഒന്നും കണ്ടില്ലെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇനിയിപ്പോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.